ഇത് അവരുടെ ഒരു മജ്ലിസ് ഏരിയ ആയിരിക്കും, അന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ തൂണുകളാണ്. കാലഘട്ടത്തിൽ കോൺക്രീറ്റ് ഫില്ലറുകളില്ലല്ലോ, അപ്പോൾ എല്ലാം കല്ലാണ് ചെയ്തിരിക്കുന്നത്. കല്ലിൽ ഡിസൈൻ ചെയ്ത് കണ്ടോ, കല്ല് വെച്ചിട്ടാണ്, കല്ലിൻ്റെ തൂണുകളാണ്. ഓരോ തൂണുകൾ, ഓരോ ഫില്ലറുകൾ പറഞ്ഞാൽ ടൺ കണക്കിന് ഭാരമുള്ള വലിയ കല്ലുകളുടെ ഫില്ലറുകളാണ് കൊടുത്തത്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ രണ്ട് ഫില്ലർ തമ്മിൽ എന്ത് ചെയ്യുന്നു, വലിയ കല്ലിൻ്റെ പാളി, ആ പാളി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മഹാ അത്ഭുതം ആണ്. ഇന്ന് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം മെഷീനറികൾ ഉണ്ടായിട്ടും ഒരുപക്ഷെ ഇത്തരമൊരു സംവിധാനത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അന്ന് ഈ സ്റ്റോണുകൾ തമ്മിൽ ഘടിപ്പിച്ചിരുന്ന പ്രത്യേകതരം പശ ഉപയോഗിച്ചിട്ടായിരുന്നു അത്രേ. ആ പശ ഇത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറിടാത്ത രൂപത്തിലുള്ള അത്രയും കാഠിന്യമേറിയിട്ടുള്ളൊരു പശയായിരുന്നു. അന്ന് കണ്ടുപിടിച്ചതായിരിക്കാം. തട്ടുകളായിട്ടുള്ള സിസ്റ്റമാണ് കേട്ടോ ഇവിടെ. ഇതും ഇതിൻ്റെ ഉൾഭാഗമാണ്. ഇതിൻ്റെ അകത്തേക്ക് പോകുന്നൊരു സ്ഥലമാണിത്. നമ്മൾ വാതിൽ കടന്ന് ഉള്ളിലേക്ക് പോകാനുണ്ട്. ഉൾഭാഗം ഇതൊരു നടുമുറ്റമായിക്കൊണ്ട് ചുറ്റും ഉള്ള ബിൽഡിങ്സാണ് കേട്ടോ. നമുക്കിതിൻ്റെ അകംഭാഗം ഒന്ന് കാണാം. കുറച്ച് ഉണ്ടോ, നമ്മുടെ നാട്ടിലുള്ള ഫസ്റ്റ് സ്റ്റോർ അല്ലേ, ഈ വിൻഡോ ടൈപ്പിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ. വളരെ ഭംഗിയുള്ള കൊത്തുപണികളാണ് കേട്ടോ. കൊത്തുപണികളാണ് ഇതിൻ്റെ ഏറ്റവും എടുത്ത് കാണിക്കുന്നത്. ഇതെല്ലാം കല്ലിലാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള, ഇതിൽ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. കംപ്ലീറ്റ് സ്റ്റോണുകളാണ്, സ്റ്റോൺ വർക്കുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്, മറ്റൊന്ന് പ്രത്യേകത ഈ സൺഷെയ്ഡായിട്ട് വെച്ചിരിക്കുന്നില്ല, ഇത് സ്റ്റോണാണ്. അപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒക്കെ സ്റ്റോണിലാണ്.
നമുക്കിതിൻ്റെ ഒരു ഉൾഭാഗം ഒന്ന് നോക്കാം. എല്ലാം ഇതൊരു പക്ഷേ അവരുടെ മെയിൻ അന്നത്തെ കാലത്ത് ഇരുന്ന പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഹാളോ അല്ലെങ്കിൽ വിസിറ്റിംഗ് ഏരിയകളൊക്കെ ആയിരിക്കാം. ഇവിടെ ഒരു മണ്ഡപമുണ്ട് ഇരിക്കാനായിട്ട്. എല്ലാറ്റിനും സൈഡിലായിട്ട് ചെറിയ സ്റ്റോർ റൂം പോലുള്ള ഒരു ഹാളുണ്ട്. ഇത് ഉള്ളിലേക്ക് ഇത്ര തന്നെ കാണുന്നുള്ളൂ, പിന്നില്ല. ഏകദേശം ഇതെല്ലാം ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടിറങ്ങിയിരിക്കുന്ന ഈ പാലസ് ആണിത്. കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഷാബിസ്ഥാൻ ഇക്ബാൽ ജോധ്ബായ് പാലസ്. ആയിരത്തി 1574 ഇത് സ്ഥാപിച്ചതെന്നാണ് എഴുതിയിരിക്കുന്നത് ഈ പാലസ്.